ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ ഇറ്റ്സ് കോൾഡ് ദ താജ് മഹൽ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ എന്നൊക്കെ പറയും, അത് നമ്മൾ കേരളത്തിലെ ടാഗോർ എന്നാണ് പറയുന്നത്, പക്ഷേ ശരിക്കും പേരെന്താണ് രവീന്ദ്രനാഥ് ടാഗോർ. ആൻഡ് ടാഗോർ വാസ് നോട്ട് എൻ ഇന്ത്യൻ. ഓക്കെ, എല്ലാവർക്കും രവീന്ദ്രനാഥ് ടാഗോർ എന്ത് എഴുതിയെന്ന് അറിയാം, താജ്മഹൽ എഴുതിയില്ലേ അറിയാം. നമുക്ക് എന്താ നമ്മുടെ നാഷണൽ ആന്തത്തിനെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ, നമ്മുടെ ജനഗണമന അതാരാ എഴുതിയത്, രവീന്ദ്രനാഥ് ടാഗോർ. പക്ഷേ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ അല്ല രവീന്ദ്രനാഥ് ടാഗോർ. ഏത് രാജ്യക്കാരനായിരുന്നു ആർക്കറിയാം? വിച്ച് കൺട്രി ഇസ് രവീന്ദ്രനാഥ് ടാഗോർ ഫ്രം? ഓക്കെ, എവിടെ നിന്നാണ് ആർക്കെങ്കിലും പറയാൻ പറ്റിയ ചാറ്റിൽ വേഗം പോരട്ടെ, കമന്റ് ചെയ്യുക കമോൺ. ആൻഡ് ദിസ് ഈസ് കോൾഡ് താജ് മഹൽ. ഓക്കെ, അപ്പോൾ താജ്മഹലിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, 7 വണ്ടർ ഓഫ് ദ വേൾഡ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഈ താജ്മഹൽ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? യെസ്, ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ കാണുന്ന ബംഗാൾ അഥവാ ബംഗ്ലാദേശ്. ഓക്കെ, വെരി ഗുഡ്, ദാറ്റ്സ് രവീന്ദ്രനാഥ് ടാഗോർസ് ഒറിജിൻ. ഈ പോയം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ പോയത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പോയം ഇസ് അബൌട്ട് ദിസ് തീം ഓഫ് ദ പോയം. തീം എന്നുള്ള വാക്ക് ഈ ലെറ്റർ എല്ലാം പോയമിനും ഞാൻ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം പഠിച്ചേക്കണം. നിങ്ങൾക്ക് എന്ത് പോയം അപ്രീസിയേഷൻ, ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചോദിക്കുമ്പോൾ ഇത് ഫസ്റ്റ് എഴുതാം. ഓക്കെ, ദ തീം ഓഫ് ദ പോയം ഇസ് ലൈഫ്, പവർ ആൻഡ് ഫെയിം. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫെയിം? ഫെയിം എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ പോപ്പുലാരിറ്റി, നമ്മുടെ ഒരു പോപ്പുലാരിറ്റി, നമ്മുടെ ഒരു അഭിമാനം, അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, ഫെയിം. ഓക്കെ, നമ്മൾ എത്ര ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ്, അതുപോലെ തന്നെ ഫെയിം എന്ന് പറയും. ഓക്കെ, ഫെയിം ടെമ്പററി. അപ്പോൾ നമ്മുടെ പവർ, നമ്മുടെ ഫെയിം, ആ ലൈഫൊക്കെ ടെമ്പററി, നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ എന്താണ് ഇമ്പോർട്ടൻറ്റ്? ബട്ട് ഷാജഹാൻ, ആരാണ് ഷാജഹാൻ? നമ്മളിത് കൺസ്ട്രക്ട് ചെയ്ത കിങ്. ഓക്കെ, ഇത് ഉണ്ടാക്കിപ്പിച്ച രാജാവ് ലവ്. ഷാജഹാൻ്റെ സ്നേഹം, ഓക്കെ, ലവ് ആൻഡ് സോറോ ആർ ഇറ്റേണൽ. മക്കൾ, ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം, ഫോർ എവർ. ഓക്കെ, ഫോർ എവർ, ബെസ്റ്റ് ഈസ് ഫോർ എവർ എന്നൊക്കെ പറയില്ല, അതേപോലെ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ലൈഫ് എന്നൊക്കെ പറയും. അതേപോലെ ഷാജഹാന്റെ ലവ് ആൻഡ് സോറോ, ഷാജഹാന്റെ സ്നേഹം ആരോടല്ലേ? ആൻഡ് സ്നേഹം, അതിൻ്റെ സങ്കടം ആരും ഓർത്തിട്ടുള്ള സങ്കടമാണ് സ്വന്തം ഭാര്യൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ? യെസ്. അപ്പം ഇവിടെ എന്താണ്, ലൈഫിലെല്ലാം ടെമ്പററിയാണ്, പക്ഷേ ഷാജഹാന്റെ സ്നേഹം ആൻഡ് ആ സങ്കടം, ഭാര്യ ഇല്ലാത്തതിൻ്റെ എന്താണ്, ഇറ്റേണൽ, ഇറ്റ്സ് ഫോർ എവർ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. വളരെ സിമ്പിളായിട്ട് പോയം സമ്മറി ഞാൻ പറഞ്ഞുതരാം. ദ പോയം റിഫ്ലെക്ട്സ് ഓൺ ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് നേച്ചർ. ഓക്കെ, ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ്, എന്താ ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങ് പോയി വേഗം പോവും. എന്താണ് ലൈഫ് അങ്ങ് പോയി പോവും. നമ്മുടെ മുംതാസ് ബേഗം. നമ്മുടെ ലൈഫിൽ എല്ലാം പോയി പോകും അല്ലേ? 8ാം ക്ലാസ് എത്ര പെട്ടെന്നല്ലേ പോയി പോകുന്നത് അല്ലേ? നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ 8ാം ക്ലാസ്, ഇപ്പോൾ കഴിയുന്ന പോലെ അല്ലേ? അതേപോലെയുടെ ലൈഫ്, എപ്പോഴും ലൈഫ് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ലൈഫ് ആയിക്കോട്ടെ, യൂത്ത് ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, എല്ലാം പെട്ടെന്ന് അങ്ങ് പോയിക്കോളും, നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കോളും അല്ലേ? അതാണ് പറയുന്നത് ഷാജഹാൻസ് ഡ്രീം വാസ് ടു ഇമ്മോർട്ടലൈസ്. മോർട്ടൽ എന്ന് പറയുന്നത് എന്താണ്? മോർട്ടൽ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ പോലെ. ഓക്കെ, എന്താണ് ടെമ്പററി എന്ന് പറയാം. നമ്മുടെ ജീവിതമൊക്കെ എന്താണ് ടെമ്പററി. അപ്പം അത് പെർമനൻ്റ് ആക്കി. ഇമ്മോർട്ടലൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, മോർട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആക്കാൻ നോക്കുകയാണ്. ഹിസ് ലവ് ആൻഡ് സോറോ ത്രൂ താജ് മഹൽ. ഓക്കെ, എ സിംബൽ ഓഫ് ഇറ്റേണൽ ഗ്രീഫ് ആൻഡ് ബ്യൂട്ടി. ഓക്കെ, വൈൽ പവർ ആൻഡ് റിച്ചസ്. ഓക്കെ, നമ്മുടെ പവർ, ശക്തിയും അതേപോലെ തന്നെ പൈസയൊക്കെ പോവുമെങ്കിൽ താജ്മഹൽ ഇപ്പോഴും അവിടെ സോളിറ്ററി ടിയർ, ഒരു തന്നെയുള്ളൊരു കണ്ണുനീര് പോലെ അവിടെ ചീക്ക് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ സമയത്തിൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോളും. റെപ്രസെൻറ്റിങ് ദ എൻഡ്യൂറിംഗ് ലെഗസി ഓഫ് ദ ഹാർട്ട് ഫെൽ ഇമോഷൻസ്. അപ്പോൾ ഷാജഹാൻ്റെ ആ സ്നേഹവും ആ സങ്കടമൊക്കെ ക്യാപ്ചർ ചെയ്യാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതിന് കുറേ ഹിസ്റ്ററി ഉണ്ട്, അത് കുറേ സാഡ് ഹിസ്റ്ററി ഉണ്ട്, അൺഫോർച്ചുനേറ്റ് ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ വർക്കേഴ്സിനെ കുറച്ചില്ല. പക്ഷേ ഈ ചാപ്റ്ററിൽ രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് ചെയ്യുന്നത്? താജ്മഹൽ ഉണ്ടാക്കിയ കാരണവും ഷാജഹാന്റെ സ്നേഹത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ആർ യു റെഡി മക്കളെ? എല്ലാവരും ഹാർട്ട് ഇമോജി ഇടുക, ലൈക്സ് കൂട്ടുക, കമോൺ. അപ്പോൾ നമുക്ക് പോയം നോക്കാം. അതിന് നമുക്ക് സ്റ്റാൻസിൻ്റെ ഓരോ പോയിറ്റിക് ഡിവൈസ് നോക്കാം. ഓക്കെ, യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ. ഓക്കെ, ദാറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ all float away down the stream of time. ഇവിടെ വരെ ഞാൻ പറഞ്ഞുതരാം. യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇന്ത്യയിലെ രാജാവ് ഷാജഹാൻ. ദ ലൈഫ്. ഓക്കെ, യു ന്യൂ, എന്താണ് നമ്മുടെ ഷാജഹാനോട് പറയാം, നിനക്കറിയായിരുന്നു എന്താണ് ദ ലൈഫ്, എന്താണ് ജീവിതം, യൗവനം, നമ്മുടെ ചെറുപ്പക്കാരല്ലേ 8ാം ക്ലാസ് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ എല്ലാം പോകുന്നു. വെൽത്ത്, പൈസയും പോവും. റിനൗൺ എന്ന് പറയുമ്പോൾ മക്കളെ ഫെയിം അഥവാ പ്രശസ്തി, നമ്മൾ എത്ര ഫേമസ് ആണോ, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെ പോവും. പക്ഷെ എന്താണ് പറയുന്നത്?
all float away down the stream of time. മക്കളെ, സമയത്തിനോടൊപ്പം ഒഴുകിപ്പോകുന്നു. മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്ട്രീം ഓഫ് ടൈം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു തോട് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ പുഴ കണ്ടിട്ടുണ്ടാവും, സമുദ്രം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലും സമയത്തിൻ്റെ നദി കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ക്ലോക്കുകളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അത് അപ്പോൾ സമയം പോകുന്നതുകൊണ്ടോ ഇതെല്ലാം പോകുന്ന പറഞ്ഞാൽ ഫീലിംഗ് ആണ് അവിടെ ക്യാപ്ചർ ചെയ്യേണ്ടത്. യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. നിങ്ങളുടെ ആകെയുള്ള എന്താണ് സ്വപ്നം എന്തായിരുന്നു? വാസ് ടു പ്രിസർവ്, സൂക്ഷിച്ചു വെക്കുക. എന്ത്? ഫോർ എവർ, എക്കാലവും സൂക്ഷിച്ചു വെക്കണം. എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷമം. ഒരു നെഞ്ചിലൊരു വേദന ഉണ്ട്, അതെനിക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അതെന്തുകൊണ്ടാണ്? അത് മോശം വിഷമമാണോ? എന്താണ്? അത്രയും സങ്കടകരമായ വേദനയാണ്. എന്താ കാരണം? The harsh thunder of imperial power would fade into sleep. harsh thunder ആണ് ഭയങ്കര ഇടിവെട്ട്. ഓക്കെ, ഭയങ്കര മിന്നലും ഇടിവെട്ടും ഓഫ് ഇമ്പീരിയൽ പവർ. അപ്പോൾ ഇമ്പീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? രാജകീയമായ, ഓക്കെ, റോയൽ. അപ്പോൾ നമ്മുടെ ഷാജഹാൻ ഒരു എന്താണ് കിങ് ആയിരുന്നു, ഓക്കെ, എംപറർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര പവറുണ്ട്, ഭയങ്കര വലിയ മനുഷ്യനാണ് അല്ലേ. പക്ഷേ ദ ഹാർഷ് തണ്ടർ അതൊക്കെ പോയി പോലെ ആ ഫുൾ പവറൊക്കെ എന്താണ്? വുഡ്സ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്. അതിങ്ങനെ ഉറങ്ങുന്ന പോലെ അങ്ങ് മങ്ങിപ്പോവും, അതങ്ങ് പോയിക്കോളും. എന്താ പ്രശ്നം? നിങ്ങൾ നോക്കേണ്ട എന്താണ്? ദ ഹാർഷ്. അപ്പോൾ അത്രയും പവർഫുൾ കാര്യങ്ങളൊക്കെ പോകുന്നതാണ് പറയുന്നത്. വൈ? ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ക്രിംസൺ എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ മീനിങ് കൊടുത്തിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മക്കളെ. ഡീപ്പ് റെഡ്. മക്കളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ്? നിങ്ങൾ സൺസെറ്റ് കോഴിക്കോട് പോകുന്നവർക്കോ കൊച്ചി പോകുന്നവർക്കോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൺസെറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പവർഫുൾ തണ്ടറൊക്കെ നമ്മുടെ പവറൊക്കെ പോകുന്ന പറയുന്നത് എംപറർ ആയിക്കോട്ടെ ആര് വേണായിക്കോട്ടെ. ഈ ക്രിംസൺ നമ്മുടെ സൺസെറ്റ് ഇങ്ങനെ വളരെ സമാധാനമായിട്ടൊരു ഡീപ്പ് റെഡ് കളറിൽ പോലെ അതേപോലെ പോവാണ്. ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ഇവിടെ ലൈക്ക് എന്നുള്ള വാക്ക് ഓർത്ത് വെച്ചോ. അവിടെ എന്ത് പോയിറ്റിക് ഡിവൈസ് ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബട്ട് ഇറ്റ് വാസ് യുവർ ഹോപ്പ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എംപറർ ഷാജഹാന് ഒരു സങ്കടമുണ്ടായിരുന്നു, ഒരു ഹൃദയത്തിന് ഹാർട്ട് പെയിൻ ഉണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഒരേ ഒരു ഗോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടുത്തെ പോയിറ്റിക് ഡിവൈസ് ശ്രദ്ധിക്കുക. സ്ട്രീം ഓഫ് ടൈം. മക്കളെ, എന്താണ്? നദീൻ്റെ എന്താണ്? സമയത്തിൻ്റെ നദി അങ്ങനെ പറയുന്ന സാധനമില്ല, പക്ഷെ അതൊരു മെറ്റഫർ. എന്താണ്? എവ്രിവൺ നോട്ടഡ് ഇറ്റ് ഈസ് എ മെറ്റഫർ. സ്ട്രീം ഓഫ് ടൈം ഇസ് എ മെറ്റഫർ. അടുത്തത് personification. The harsh thunder of the imperial power would fade into sleep. ശ്രദ്ധിക്കുക, the harsh thunder of imperial power would fade into sleep. മക്കളെ, ആരൊക്കെ ഉറങ്ങുക? ഉറക്കം എന്ന് പറയുന്ന ആരാ? സ്ലീപ്പ് ചെയ്യുന്ന മനുഷ്യർ ഉറങ്ങും, ആനിമൽസ് ഉറങ്ങും അല്ലേ. അപ്പോൾ ഈ മനുഷ്യരും ആനിമൽസ് ഒക്കെ ചെയ്യുന്ന സാധനം ഞാൻ പറയാണ്, the remote is sleeping, the remote is sleeping, the bottle is sleeping. അതെന്താണ്? ജീവനില്ലാത്ത കാര്യത്തിന്, നോൺ ലിവിങ് തിങ്സിന് ഞാൻ ഉറങ്ങുന്ന മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കുന്നതിനെ പറയുന്നതാണ് ഈ പെർസോണിഫിക്കേഷൻ. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ. അപ്പം നമ്മുടെ രാജകീയമായ ശക്തിയുടെ ഹാർഷ് തണ്ടർ, ആ പവർ അതൊക്കെ ഉറങ്ങിപ്പോവും. അതിങ്ങനെ ഉറങ്ങുക, മനുഷ്യർ ഉറങ്ങുള്ളൂ. അപ്പം ഈ ഉറങ്ങാൻ പറ്റാത്ത ജീവനില്ലാത്ത കാര്യങ്ങൾ ജീവൻ കൊടുക്കുന്നതാണ് പെർസോണിഫിക്കേഷൻ. എന്താണ് പെർസോണിഫിക്കേഷൻ? ആൻഡ് നോക്കിയേ, ഇവിടെ ഒരു സിമിലി ഉണ്ട്. വുഡ് ഫീഡ് ഇൻ ടു സ്ലീപ്പ് ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. മക്കളെ, ഉറങ്ങുന്നത് എങ്ങനെയാണ്? ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ. അപ്പം ലൈക്കും, ഒരു ലൈക്ക് അഥവാ ലൈക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ വാക്ക് ലൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ഓർ ആസ് ഡാഷ് ആസ് ഉപയോഗിച്ചാലും നമുക്ക് എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് സിമിലി. ആ കാര്യം ഉറച്ചോ. പിന്നെ ഇമേജറി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2-3 ഇമേജറി കാണാൻ പറ്റും. നോക്കിയാൽ ദ ഹാർഷ് തണ്ടർ. നിങ്ങളെല്ലാവരും ഈ പിക്ചർ കണ്ടോ? അത്രേ ഉള്ളൂ. ഹാർഷ് തണ്ടർ എന്ന് പറയുമ്പോൾ ഈ പിക്ചർ കാണണം. ആൻഡ് ക്രിംസൺ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതെന്താണ്? ഈ സൺസെറ്റും കാണണം. അതാണ് ഇമേജ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളർഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹാർഷ് തണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഓഡിറ്ററി. നമുക്ക് ആ സൗണ്ട് ഗുടുഗുടുഗുടുഗുടുഗിട് ഓഡിറ്ററി ഇമേജ്. എന്താണ്? സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറയും. ആൻഡ് ഇയാൾ എന്ത് പറയും? നമ്മൾ സൺസെറ്റ് എന്താണ്? ആ ഡീപ്പ് റെഡ് ഉള്ള വിഷ്വൽ, കാണാൻ പറ്റുന്ന ഇമേജ്, വിഷ്വൽ ഇമേജറി അല്ലേ. ഈ വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ വിഷ്വൽ ഇമേജറി എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ അല്ലെ, ഫസ്റ്റ് ഭാഗത്തിൻ്റെ. ഓക്കെ, ഫസ്റ്റ് ഭാഗത്തിൻ്റെ മീനിങ് ഇത്രയുള്ള മക്കളെ പോയും ഇപ്പം കഴിയും. ശ്രദ്ധിച്ചോ, ദാറ്റ് അറ്റ് ലീസ്റ്റ് എ സിംഗിൾ eternally heaved sigh would stay to grieve the sky. എൻ്റെ അമ്മോ, എന്താ ലൈൻ ശ്രദ്ധിച്ചോ. ദാറ്റ് അറ്റ് ലീസ്റ്റ് ഇത്രയെങ്കിലും എന്താണ്? സിംഗിൾ, ഒരു ഇറ്റേണലി എന്ന് പറയുമ്പോൾ മക്കളെ വീണ്ടും ഞാൻ പറയണം ഫോർ എവർ. ഓക്കെ, ഫോർ എവർ എപ്പോഴും ഉണ്ടാവുന്ന ഹീവ്, സിംഗിൾ ഫോർ എവർ പ്രൊഡ്യൂസ്ഡ്. ഹീവ് എന്ന് പറയുന്നത് എന്താണ്? ഉണ്ടാക്കുക. ഓക്കെ, പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഉണ്ടാക്കിയ എക്കാലം ഉണ്ടാവുന്ന കോൺസണൻസ് ഉണ്ട് മക്കളെ. കോൺസണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺസണൻസ് നിങ്ങൾക്ക്
AEIOU അറിയാം. AEIOU എന്താണ്? AEIOU, അയ്യോ എന്ന് ആലോചിച്ചേ. അയ്യോ പറഞ്ഞ പോലെ ഉണ്ട്. AEIOU എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് നമ്മുടെ അസോണൻസ്, വവൽസ്. ഇത് റിപ്പീറ്റ് ആവുന്നതിന് നമ്മൾ അസോണൻസ് എന്ന് വിളിക്കുക. ബാക്കിയുള്ള ലെറ്റേഴ്സ് കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആവുന്നതിനാണ് കോൺസണൻസ് എന്ന് വിളിക്കുക. കോൺസണന്റ് സൗണ്ട് CDBGHT ഇത് വേണമായിക്കോട്ടെ. അപ്പോൾ ഇവിടെ നോക്കിയേ, സ്ട്രീം ഓഫ് ടൈം. നോക്കിയേ, സ്ട്രീം ഓഫ് ടൈം റിപ്പീറ്റ് ആവുന്നുണ്ട് അടുത്തടുത്ത്. യൂത്ത് വെൽത്ത്, മനസ്സിലായോ? യൂത്ത് വെൽത്ത്. ഓക്കെ, അവിടെ കോൺസണൻസ് വരുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക്. That at least a single eternally heaved sigh would stay to greet the sky. അപ്പം നിങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു എക്കാലം നിൽക്കുന്ന ഒരു ശ്വാസം. മക്കളെ, സൈ എന്ന് പറയാൻ എന്താണ്? നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ സൈ എന്ന് പറയുന്നത് ഇങ്ങനെ ശ്വാസം വിടല കേട്ടോ, ഒരു സമാധാനത്തിൻ്റെ ശ്വാസം വിടല, പേടിച്ചിട്ട് അയ്യോ അത് എന്താണ് സൈ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, സിഹ് അല്ല സൈ. ഓക്കെ, എന്താണ് സൈ? സൈ വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ. മക്കളെ, ഗ്രീവ് എന്ന് പറയുന്നത് സാഡ് ആവുക. ഓക്കെ, അപ്പം എന്താണ്? അപ്പം ഇങ്ങനെ സാഡായിട്ട് ഇങ്ങനെ ഷാജഹാന്റെ സങ്കടം, സങ്കടം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ആകാശത്തിൽ ഒരു ശ്വാസം പോലെ ഇങ്ങനെ നിൽക്കണം എന്ന്. ഒരു ശ്വാസം പോലെ. അതാരാണ്? ഇപ്പൊ താജ്മഹൽ അല്ലേ, ഇപ്പൊ ഇങ്ങനെ നിൽക്കണം, പെർമനന്റ് ആയിട്ട് നിൽക്കണം എന്നാണ്. Though emeralds, rubies, pearls are all but as the glitter of rainbow tricking out empty air. പറയുന്ന കേൾക്കാം മക്കളെ. എമറൽഡ് എന്ന് പറഞ്ഞാൽ മക്കളെ ഈ പച്ച സ്റ്റോൺ. ഈ പച്ച സ്റ്റോൺ. റൂബി എന്ന് പറഞ്ഞാൽ റെഡ് സ്റ്റോൺ ആണ്. പേൾ എന്ന് പറയുന്നത് എന്താണ്? ഈ വൈറ്റ് സ്റ്റോൺ. ഇതൊക്കെ വളരെ വാല്യൂബിൾ വളരെ വാല്യൂബിൾ സ്റ്റോൺസ് ആണെന്നുള്ള കാര്യം മറക്കരുത്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പം ഈ എമറൽഡും സ്റ്റോൺസും പേൾസ് അതൊക്കെ എന്താണ്? ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്. ഗ്ലിറ്റർ എന്താണ്? അതിങ്ങനെ തിളങ്ങും അല്ലേ? അപ്പം പേൾസും എമറൽസും റൂബീസും ഒക്കെ വളരെ വിലപ്പെട്ട സാധനമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതൊക്കെ എന്താണ്? ഗ്ലിറ്റർ ചെയ്യും, തിളങ്ങും. ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപി. അപ്പം ഇവർ പറയുന്നത് എന്താണ്? ട്രിക്കിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെക്കോറേറ്റ്. ഇങ്ങനെ അലങ്കരിക്കുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പം റെയിൻബോ എന്താണ്? റെയിൻബോ ഗ്ലിറ്റർ എന്താണ്? ഷൈൻ ചെയ്ത് കളർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണിത്. ഇതൊക്കെ റെയിൻബോ ഉണ്ടാക്കുന്നതാണ്, കളറൊക്കെ ചെയ്തിട്ട്. ആ സാധനം, ആ ഗ്ലിറ്ററും ഇതിന്റെ ബ്യൂട്ടിയും അതൊക്കെ എന്താണ്? മസ്റ്റ് പാസ് അവേ. അതൊക്കെ പോവും. ഗ്ലിറ്ററൊക്കെ പോവും മക്കളെ. ഗ്ലിറ്ററൊക്കെ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ. Yet still one solitary tear. മകളെ, സോളിറ്ററി എന്ന് പറയുമ്പോൾ അലോൺ, അല്ലെങ്കിൽ തന്നെ ഇരിക്കുന്ന ഒരു എന്താണ്? ടിയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മുഖത്ത് ഇതാണ് സാധനം. ഈ സാധനം അല്ലേ, ഇതാണ് ടിയർ. നമ്മുടെ കണ്ണുനീർ. ഇതാണ് ഒരു കണ്ണുനീർ. ഒരു കണ്ണുനീർ would hang on the cheek of time. മക്കളെ, സമയത്തിന് cheek of time, സമയത്തിന് കവിളുണ്ടോ? ഇല്ല. അപ്പൊ ചീക്ക് ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റഫർ ആണ്, സ്ട്രീം ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ സമയത്തിന്റെ കവിളിൽ ഒരു കണ്ണുനീരുണ്ടാവണം എന്നാണ് പറയുന്നത്. ഇൻ ദ ഫോം ഓഫ് ദ വൈറ്റ് ആൻഡ് ഗ്ലീമിംഗ് താജ്മഹൽ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഷാജഹാൻ ആകെ ഒരു ഗോൾ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഷാജഹാന്റെ സ്നേഹവും സങ്കടവും ഒക്കെ പെർമനന്റ് ആയിട്ട് ഉണ്ടാവണം ഈ വേൾഡിൽ. അത് എമറൽഡിന്റെയും പേളിന്റെയും ബ്യൂട്ടിയൊക്കെ പോവും. പേളിന്റെ ബ്യൂട്ടി പോവും അല്ലേ? രാജാവിന്റെ ഹാർസ് തണ്ടർ പവർ ഒക്കെ പോവും. പക്ഷേ ആ ഒരു കണ്ണുനീരായിട്ട് ആകാശത്ത് ഇങ്ങനെ ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം സങ്കടം പറയാൻ വേണ്ടി ഒരു കണ്ണുനീർ, വൺ സൈ അല്ലെങ്കിൽ വൺ സിംഗിൾ ടിയർ. ചീക്ക് ഓഫ് ടൈം എന്ന് പറയുന്ന കാരണം ഫോർ എവർ ഉണ്ടാവണം, സമയത്തോടെ ഉണ്ടാവണം. ദാറ്റ് ഇസ് താജ്മഹൽ. അതിനാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ ക്ലിയർ എന്ന്. ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്. എ സിംഗിൾ ഇറ്റേണലി ഹീവ്ഡ് സൈ വുഡ് സ്റ്റേ ടു ഗ്രീവ് ദ സ്കൈ. ഒരു സങ്കടം ആകാശത്ത് പോയിട്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മെറ്റഫർ ഉണ്ട്. Yet one solitary tear would hang on the cheek of time. മക്കളെ, ഒരു കണ്ണുനീർ നമ്മുടെ ചീക്ക് ഓഫ് ടൈമിൽ ഉണ്ടാവുമോ? ഇല്ല. അവിടെ എന്താണ്? മെറ്റഫർ ഉണ്ട്. ആ കാര്യം ഓർത്ത് എഴുതിക്കോ. അലിട്രേഷൻ എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഇവിടെ എ സിംഗിൾ eternally heaved sigh would stay. നോക്കിയേ, സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ആവുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ നോക്കിയേ, ഇമേജറി. ഇവിടെ നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എമറൽഡ്, റൂബി, പേൾസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ആണെന്നും പറയുന്നു. പിന്നെ കോൺസണൻസ് ഉണ്ട്. നോക്കിയേ, എമറൽഡ്, പേൾ ആൻഡ് ഓൾ. ആ ലാ സൗണ്ടില്ലേ, റിപ്പീറ്റ് ആവുന്നില്ല മക്കളെ? എമറൽഡ്, പേൾ, ഓൾ. എമറൽഡ്, പേൾ, ഓൾ. അത് കേട്ടല്ലോ. അതേപോലെ മസ്റ്റ് പാസ് ആൻഡ് മസ്റ്റ് പാസ്. അപ്പൊ എന്താ? വീണ്ടും കോൺസണൻസ് ഉണ്ട്. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതിൽ 1-2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മെറ്റഫർ അലിട്രേഷൻ ഓർത്ത് വെക്കുക. ഇമേജറി എല്ലായിടത്തും ഉണ്ടാവുന്ന കാര്യം ഓർക്കും. ഓക്കെ, പിന്നെ മക്കളിലെ പോയിറ്റിക് ഡിവൈസ് ഞാൻ ലിസ്റ്റായിട്ട് ഇവിടെ മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, സിമിലി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോരാത്തത് ഞാൻ നിങ്ങൾക്ക് എന്താ ഒരു പോയം അപ്രീസിയേഷൻ, നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോട്ട് ബേസിൽ പഠിച്ചിട്ട് പോവാം. ഓക്കെ, എല്ലാവരും നോട്ട് ബേസിൽ പഠിച്ചിട്ട് പോവാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ലീവ് ചെയ്യുക മക്കളെ. അതോടെ താജ്മഹൽ പോയം ഇസ് ഡൺ. താജ്മഹൽ പോയം ഇത്രയേ ഉള്ളൂ. അതിനു മുമ്പ് മക്കളെ നമ്മുടെ താജ്മഹൽ പോയത്തിൽ നിന്ന് വന്ന ചോദ്യം നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, യു ന്യൂ എംപറർ താജ്മഹൽ. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ആർ ട്രാൻസിയന്റ് തിങ്സ്. മക്കളെ എന്താണ് ഈ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ? ടെമ്പററി തിങ്സ് അല്ലേ. ലൈഫിൽ ട്രാൻസിയന്റ് തിങ്, ടെമ്പററി ഉണ്ട്, പെർമനന്റ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ വാട്ട് അക്കോർഡിംഗ് ടു ദ പോയിറ്റ് കവി പറയുന്നത് എന്തൊക്കെയാണ് ട്രാൻസിയന്റ് തിങ്സ് മക്കളെ? എന്താണ്? വളരെ സിമ്പിൾ. അക്കോർഡിംഗ് ടു ദ പോയിറ്റ് എന്താണ് ട്രാൻസിയന്റ് എന്നാണ് പോകുന്നത് അല്ലേ? ലൈഫ്, വെൽത്ത്, റിനൗൺ അല്ലേ. എന്താണ്? ലൈഫ്, യൂത്ത്, വെൽത്ത് ഒക്കെ എന്താണ്? ടെമ്പററി ആണ്. ട്രാൻസിയന്റ് എന്നുള്ള വാക്ക് പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് വാസ് ദ ഡ്രീം ഓഫ് ഷാജഹാൻ? ഷാജഹാന്റെ ഡ്രീം എന്താ? ഇവിടെ നോക്കി, ബ്ലാ ബ്ലൂ 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 ബ്ലൂ. ഇവിടെ ഡ്രീം എവിടെയെങ്കിലും ഉണ്ടല്ലോ. ടു പ്രിസർവ് യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ അല്ലേ. അത് നമുക്ക് സിമ്പിൾ വാക്കിൽ പറയുകയാണെങ്കിൽ ഷാജഹാൻസ് ഡ്രീം വാസ് ടു പ്രിസർവ് ഹിസ് സോറോ ആൻഡ് ലവ് ഫോർ ഹിസ് വൈഫ് ഫോർ എവർ ബൈ ബിൽഡിംഗ് ദ താജ്മഹൽ. താജ്മഹൽ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ എക്കാലം നടത്താൻ, എൻ്റെ ഭാര്യയ്ക്കിനോട് സ്നേഹവും വിഷമവും കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റ് an example of simile from the lines above. മക്കളെ സിമിലി എവിടെയുള്ളത്? ഇവിടെ ലൈക്ക്, ഇവിടെ would feed into sleep like. ഇവിടെ ലൈക്കിലാണ് വരുന്നത്. ആൻഡ് റൈറ്റ് an example of simile. അത് കഴിഞ്ഞു. പിക്ക് ഔട്ട് an instant auditory image. ഓഡിറ്ററി കേൾക്കാൻ പറ്റുന്ന ശബ്ദം എവിടെയാണുള്ളത്? the harsh thunder ആണ് നമുക്ക് ഓഡിറ്ററി ഇമേജ് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, അതോടെ നിങ്ങളുടെ എക്സാമിൽ വരുന്ന ക്വസ്റ്റൻ ആൻസർ ചെയ്തു. ഓക്കെ, അത് ഞാൻ ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് ഈ ക്വസ്റ്റൻ ഉണ്ട്, നിങ്ങൾ സമയം എടുത്തിട്ട് അങ്ങ് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസറും ചെയ്തു. അടിപൊളി.